ആർ.ജെ. ബിൻസി ഫേക്ക് പ്രൊമോഷൻ വിഷയം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർ.ജെ. ബിൻസി ആരാന്നറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ് ഈ ആർ.ജെ. ബിൻസി. അച്ചായന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ ആർ.ജെ. ബിൻസി ഒരു ചെറിയ ബിസിനസ് പേജിന് പ്രൊമോഷൻ വേണോ എന്ന് ചോദിച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് അവരിൽ നിന്ന് പ്രൊമോഷനുള്ള പ്രൊഡക്ട്സ് കൈപ്പറ്റിയതിന് ശേഷം അവർ പ്രൊമോഷൻ വീഡിയോ നടത്തിയില്ല. തുടർന്ന് അത് വൻ വിവാദമായി മാറിയിരുന്നു. എന്തായാലും നമുക്ക് അതിനെ തുടർന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടാവാം ബാക്കി കാര്യങ്ങൾ. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ആർ.ജെ. ബിൻസി തന്നെയാണ് കക്ഷി. സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർ.ജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശുദ്ധ ചെറ്റത്തരം. കൊളാബ് വേണോ എന്ന് ചോദിച്ച് അങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് അവരിൽ നിന്ന് പ്രൊഡക്റ്റ് കൈപ്പറ്റിയിട്ട് ആ വീഡിയോസ് ചെയ്തില്ലെങ്കിൽ അത് മോശമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് ആദ്യമേ തന്നെ പറയേണ്ട ഒരു കാര്യമേ ഉണ്ടായുള്ളൂ. ഇത് അവർ അങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് എന്ത് നാറിയ പരിപാടിയെ കാണിക്കണം. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പപ്പോ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാറും. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണം എന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പൊ തന്നെ ഇതാ മെസ്സേജ് വന്നിരിക്കുന്നു. അപ്പൊ ചേച്ചിക്ക് റിപ്ലൈ കൊടുക്കാനൊക്കെ അറിയാം, പക്ഷെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണമെന്ന് മാത്രം. അത്യാവശ്യം 4-5 പേര് വീഡിയോ കണ്ട് നാറിയപ്പോ ചേച്ചിക്ക് ബോധം വെച്ച്. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് നോക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്റ്റിന്റെ കാശൊന്നും വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെ കൊണ്ട് ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചിരുന്നു. ആ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. കണ്ടില്ലേ, ഇതാണ് സംഭവം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. വീഡിയോയുടെ അവസാനം അവർ പറയുന്നുണ്ട് ഒരു സോറി പറഞ്ഞു പോലും ആർ.ജെ. ബിൻസി മെസ്സേജ് അയച്ചില്ല എന്ന്. മെസ്സേജ് അയക്കാൻ മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ, അല്ലാതെ സോറി പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി 4 ആളെ കാണിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടൊരു ബേസിക് മര്യാദ പോലും ആർ.ജെ. ബിൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നത് സങ്കടകരമായ കാഴ്ചയാണ്. എന്തായാലും ഇതിനെ തുടർന്ന് ഒരുപാട് ട്രോൾ പോസ്റ്റുകൾ ആർ.ജെ. ബിൻസിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അതിൽ ആർ.ജെ. ബിൻസി ഒരു കമന്റ് കുറിച്ചിരുന്നു. എന്തായാലും ആ കമന്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ടിപ്പോ കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2027 കൊളാബിനായി തന്നത്. കമ്മലും വളയും. 300 രൂപയുടെ സാധനമായാലും 3 രൂപയുടെ സാധനമായാലും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് സാധനം വാങ്ങിയിട്ട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? നിങ്ങൾ ഈ 300 രൂപയുടെ സാധനത്തെ മോശമായി കാണുന്നുണ്ടെങ്കിൽ എന്തിനാണ് കൈപ്പറ്റാൻ പോയത്? മോശം. അത് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊള്ളാൻ പറ്റിയില്ല. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ കണ്ടന്റ് വേണം, റീച്ച് വേണം. ആകപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. നിങ്ങൾക്ക് നാണമില്ലേ ചെയ്ത പ്രവൃത്തി ഇങ്ങനെ ന്യായീകരിക്കാൻ? സ്വന്തം തെറ്റ് ആദ്യം മനസ്സിലാക്കുക. അവരവരുടെ അവസ്ഥ കൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്, അല്ലാതെ ഒരിക്കലും റീച്ചിന് വേണ്ടിയല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, 1 മില്യണും 2 മില്യണും റീച്ച് ഉണ്ടെന്ന് പറഞ്ഞ് സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കേണ്ട കാര്യമുണ്ടോ? സോ അത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ. നിങ്ങൾ എല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട് തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കുറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വില കൂടിയ പ്രൊഡക്ട്സ് ഏറ്റെടുക്കില്ലേ? ഇതിപ്പോ അയ്യേ മോശം 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 എന്ന് പറയേണ്ടത് നിന്റെ പ്രവൃത്തിയാണ്, അല്ലാതെ പ്രൊഡക്ട്സിനെ അല്ല. അപ്പോ പറയാൻ വന്നത്, ആളുകൾ കുറച്ച് റീച്ച് ആയിരുന്നപ്പോൾ ഇതുപോലെ ഉള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഞാൻ ഇതിനെ അത്ര കാര്യമായി ഏറ്റെടുക്കുന്നില്ല. കുറച്ച് കൊളാബ് സാരി വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. ഇല്ലേ, ഇതാണ് ആർ.ജെ. ബിൻസിയുടെ പ്രതികരണം. എനിക്ക് ചോദിക്കാനുള്ളത്, 24 മണിക്കൂറും ചാച്ചന്റെ ഓട്ടോ എന്ന് പറഞ്ഞ് വീരസാഹസികത അടിക്കുമല്ലോ. പുള്ളിക്കാരനാണെങ്കിലും ഓട്ടോ ഓടി കിട്ടുന്നത് 100-200 ഒക്കെ അല്ലേ.
അത് വെച്ച് കഴിഞ്ഞ് തന്നെയല്ലേ നീ വളർന്ന് ഈ നിലയിലെത്തിയത്. അങ്ങനെയുള്ള നിനക്ക് ഈ 300 രൂപേനെ പുച്ഛിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ആദ്യം തന്നെ വന്ന വഴി മറക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ആർജെ ബിൻസിയുടെ പ്രവൃത്തിയെ പറ്റി എന്തു തോന്നുന്നുവെന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.